ഈ റോബിൻജിക്ക് പിന്നെ നമ്മുടെ വി ഡി സതീശനെ കുറിച്ചും അതുപോലെ തന്നെ കെ എം മാണി സാറിനെ കുറിച്ചും തീർച്ചയായിട്ടും വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ്, അങ്ങനെ നിരീക്ഷിക്കുന്ന ആളുമാണല്ലോ. അപ്പോൾ നമുക്ക് രണ്ട് നേതാക്കന്മാരെ കുറിച്ച്, പ്രത്യേകിച്ച് കെ എം മാണി സാറിനെ കുറിച്ച് അടുത്തു നിന്ന് പരിചയപ്പെട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, അറിയാം. അപ്പം ആ നേതാവിൻ്റെ, അതായത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ ടോണാലിറ്റി, അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ എപ്പിസോഡിൽ സംസാരിച്ചാൽ നന്നായിരിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഈ നേതാക്കളിൽ നിന്നൊക്കെ, ഇപ്പോൾ ശ്രീ വി ഡി സതീശനാണെങ്കിലും, നമ്മൾ മുമ്പ് സംസാരിച്ച മാണി സാറാണെങ്കിലും, ഇ കെ നായനാറാണെങ്കിലും, കരുണാകരൻ സാറിനെ കുറിച്ചാണെങ്കിലും, അങ്ങനെയുള്ള കുറേ നേതാക്കളുണ്ടല്ലോ. ഇവരുടെ എല്ലാം ശരീരഭാഷ, ഈ പറയുന്ന നമ്മളെ കഴിഞ്ഞ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനാണെങ്കിലൊക്കെ നമുക്ക് പൊതുവായി മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം വെച്ചാൽ, ഒരു പൊതു രാഷ്ട്രീയക്കാരുടെ ഒരു ശൈലി, ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അത് വളരെ അസേർട്ടീവായിട്ടുള്ള ഒരു ശൈലിയിലേക്കാണ് നമ്മൾ വരേണ്ടത്. വളരെ പ്ലീസിങ് ആയിട്ടുള്ള, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കും. ഞാനും ഓക്കെയാണ്, നിങ്ങളും ഓക്കെയാണ്. നിങ്ങൾ പറയാനുള്ള, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം, പക്ഷെ നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കും. ഇതാണ് അസേർട്ടീവ് ശൈലിയുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തു നിന്നും അഗ്രസീവായിട്ടുള്ള ഒരു ശൈലി, ഒരു താൻ പോരിമ, ഒരു അതീശത്വ മനോഭാവമുള്ള രീതിയിൽ നമ്മുടെ പൊളിറ്റിക്കൽ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കൾ പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന സാധനം വെച്ചാൽ, അവർ നമ്മുടെ ജനങ്ങൾക്കിടയിലല്ല എന്ന് തോന്നും. അവർ മാറി നിൽക്കുന്നത് പോലെ തോന്നും. മേധാവിത്വ സ്വഭാവമുള്ള, ഏകാധിപത്യ സ്വഭാവമുള്ള ആളുകളായിട്ട് നമുക്ക് തോന്നപ്പെടും, കാണപ്പെടും. അത് നമുക്ക് അനുഭവങ്ങളുണ്ട്. ഇവിടെ നമുക്ക് മുമ്പിൽ അങ്ങനത്തെ ചില ആളുകളെ നമുക്ക് കാണാം. പക്ഷേ നമ്മളിന്ന് പിന്നെ സന്തോഷകരമായ കാര്യം, നമ്മൾ സംസാരിച്ചതിൽ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ ആയിരുന്നില്ല. പ്രത്യേകിച്ച് മാണി സാറിൻ്റെ കാര്യം പറയുമ്പോൾ, അദ്ദേഹത്തിന് എംപത്തറ്റിക്കായിട്ട് ഒരാളുടെ ഉള്ളിലുള്ള ഒരു കരുണാർദ്രമായിട്ടുള്ള ഒരു നോട്ടം, ആ നോട്ടം, കരുണ നിറഞ്ഞ നോട്ടത്തിന് എതിർ നോട്ടം നോക്കാൻ അദ്ദേഹത്തിന് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എമ്പതി ഉള്ളതുകൊണ്ടാണ്. നമുക്കിങ്ങനെ പോകുമ്പോൾ ആ എമ്പതി ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ മാണി സാറിനേക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന രീതിയിൽ ഒരളവ് കൂടുതലുണ്ടായിരുന്ന ഒരാളാണ് കേരളം മുഴുവൻ പിന്നെ ഒരേപോലെ വിലാപയാത്രയിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ നോഡിങ്സ് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഫില്ലർ വേർഡുകളാണ്. ആ ഫില്ലർ വേർഡുകൾ കമ്മ്യൂണിക്കേഷനിൽ അമിതമായി ഉപയോഗിച്ചാൽ അത് കുഴപ്പമാണെന്ന് പറയും. പക്ഷേ ഉമ്മൻചാണ്ടി സാറ് വളരെ രസകരമായിട്ട് അത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തെ അടുത്ത പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്കും കൂടി, കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്കും കൂടി പറയുന്നത്, അദ്ദേഹം ആ ഫില്ലർ വേർഡുകൾ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് ആലോചിക്കാനുള്ള, സമയമെടുക്കാനുള്ള ഒരു ട്രിക്കായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നല്ല നേതാക്കൾക്ക് നന്നായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിവുള്ളവരാണ് അങ്ങനെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആൾക്കാരിങ്ങനെ ആലോചിക്കുന്ന പോലെ, അത് പിന്നെ ഞാൻ അതിനകത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് കിട്ടില്ല. അദ്ദേഹം പറയുന്നത് എന്തറിയാം, എന്ന് പറയുന്നത് അദ്ദേഹം മറുപടിക്ക് വേണ്ടി ആലോചിക്കുക. കൃത്യമായിരിക്കും ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്. പവർ പോസ് എന്നതിന് പറയുക. പക്ഷെ അദ്ദേഹം ആ പവർ പോസ് നടത്തുന്നുണ്ടല്ലോ, ആ നടത്തുന്നതിൻ്റെ അകത്ത് പുറത്തേക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത് കരുണാർദ്രം എന്ന് പറഞ്ഞാൽ അത് നിറഞ്ഞ് തുളുമ്പുന്ന വാക്കുകളും പ്രവൃത്തിയാണ് ഒരേപോലെ ആയിരിക്കും. എനിക്ക് നിയമസഭയ്ക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ, കേരളത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകളെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എത്ര തന്മയീഭാവത്തോടെയാണെന്ന് ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി ഒരു അനുഭവമുണ്ട്. കേരള കാർട്ടൂൺ അക്കാഡമിയുടെ, അങ്ങേക്കറിയാം, പിന്നെ നമ്മുടെ കാർട്ടൂൺ അക്കാഡമി പ്രസിഡൻ്റ് ആയിരുന്ന പിന്നെ നമ്മുടെ സുധീർനാഥ് ഡൽഹിയിലാണല്ലോ, ആന്റണി സാറിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന ആൾ. അപ്പോൾ സുധീർ ഒരു ദിവസം ഞാൻ അക്കാഡമിയായിട്ട് വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സുധീർ എന്നോട് പറഞ്ഞു, നമുക്കൊരു പ്രോഗ്രാമുണ്ട്, ചേട്ടൻ വരണം, VJT ഹാളിലാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാൻ പോയി. ഉമ്മൻചാണ്ടി സാറാണ് ഉദ്ഘാടനം. അപ്പോൾ ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഈ പറഞ്ഞ പോലെ സുധീർ നല്ല അടുപ്പമുള്ളത്, അദ്ദേഹം വരുമെന്നുള്ള ഉറപ്പാണ് പ്രോഗ്രാം ഉദ്ഘാടകൻ എന്ന നിലയ്ക്ക്. അപ്പോൾ പ്രോഗ്രാം ചാർട്ട് എൻ്റെ അടുത്താണ്, ഞാനാണ് തയ്യാറാക്കിയത്, എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിരിക്കുക. ഗോപകുമാർ സാറേ, പ്രോഗ്രാമിന് അദ്ദേഹം പറഞ്ഞ് ഇച്ചിരി വൈകിയാണെങ്കിൽ എത്തി, പെട്ടെന്ന് പടപടാന്ന് എത്തി. അപ്പോൾ ആൾക്കാരെല്ലാം നിറഞ്ഞിരിക്കുന്നു ഹാളിന്. അദ്ദേഹം വന്ന് നോക്കി, ആ പ്രോഗ്രാം ചാർട്ട് എവിടെ എന്ന് ചോദിച്ചു. പ്രോഗ്രാം ചാർട്ട്, ചേട്ടാ ചാർട്ട് എടുക്കും. ഞാൻ പറഞ്ഞു, ചാർട്ട് മൊത്തം നോക്കി കാണുന്നില്ല, പ്രോഗ്രാം കാണുന്നില്ല, കാര്യപരിപാടി ഇല്ല. അപ്പം ഞാനിത് അവിടെ തപ്പുന്നു, ഇവിടെ നോക്കുന്നു, ബാഗ് തുറക്കുന്നു, ഇതെല്ലാം നോക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി സാർ അവിടെ നിൽക്കുക മൈക്കിൻ്റെ അടുത്ത്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് പുള്ളി എന്നെ ഇങ്ങനെ വിളിച്ചു, കാണുന്നില്ലല്ലേ? കാണുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞു, സാറേ കാണുന്നില്ല എന്ന് പറഞ്ഞു. സാരല്ല,
എന്ന് പറഞ്ഞിട്ട് സുധീര എന്തൊക്കെയാണ് പരിപാടികൾ ആരൊക്കെയുള്ള പുള്ളി തന്നെ എഴുതിയെടുത്ത് അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. 2 അനുഭവങ്ങളാട്ടോ. ഒരനുഭവം അത് എഴുതിയെടുത്തിട്ട് ആ ക്ഷമാപൂർവം അത് കേട്ട് സഹനശക്തിയോടുകൂടി അവിടെ എൻ്റെ മുകളിലേക്ക് ഒരു ദേഷ്യവും കാണിക്കാതെ അത്ഭുതത്തോടെ ഞാൻ കേട്ടത്. രണ്ടാമത്തെ കാര്യം, സാബു ചെറിയാൻ കേരള നമ്മുടെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്ന ആൾ അറിയാമല്ലോ, MA കോളേജിൻ്റെയൊക്കെ ഡയറക്ടറായിരുന്നു സാബു ചെറിയാൻ. സാബു എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞെനിക്ക് ഓർമ്മയുണ്ട്. കർണാടകത്തിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ ഫിലിം ചേംബറിൻ്റെ ആളുകൾ ഉമ്മൻചാണ്ടി സാറിനെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് വിളിക്കാൻ വന്നപ്പോൾ ഇവർ കൊച്ചിയിൽ വന്നു, സാബുവിനെ കണ്ടു. അത് ഞങ്ങൾ അവിടെ എത്തിക്കാൻ പറഞ്ഞ് ഇവരെല്ലാം കൂടെ കാറിൽ ട്രിവാൻഡ്രത്തെത്തി ഹോട്ടലിൽ താമസിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അദ്ദേഹത്തിന് കാണാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ സാബു പറയുന്നുണ്ട് എല്ലാം ഓക്കെയാണ്. അല്ല, അദ്ദേഹത്തിന് എപ്പോഴാണെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളികളോ അങ്ങനെ അല്ല, നമുക്കങ്ങ് പോയാൽ മതി. ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് ഒഫീഷ്യൽ അങ്ങേക്ക് അറിയാമല്ലോ നടപടിക്രമണം എന്തൊക്കെയായിരിക്കും. ജസ്റ്റ് ഒരു കോളായിരിക്കും സാബു ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അപ്പോഴും ഇവർ കാണാൻ പറ്റുന്നവർക്ക് ഉറപ്പൊന്നുമില്ല. കാരണം പിള്ളേരുടെ ജനപ്രീതിയൊക്കെ അങ്ങനെ നിൽക്കുകയല്ലേ. കേരള മുഖ്യമന്ത്രിയെ കാണാൻ വന്നിരിക്കുന്നത്. അവരവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം എണീറ്റ് നിന്നിട്ട് എല്ലാവരെയും അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ മാണി സാറ് ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിച്ച പോലെ അദ്ദേഹം എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അദ്ദേഹം എല്ലാവരെയും ബഹുമാനപൂർവ്വം സ്വീകരിച്ചിട്ട് സാബു എന്നോട് പറയുകയാണ്, ഉമ്മൻചാണ്ടി സാറ് ഒരു കൊച്ചു പുസ്തകം ഉണ്ടല്ലോ, ആ നീല പേജുള്ള പച്ച പുസ്തകം, ആ പോക്കറ്റിലുള്ള ചെറിയ ബുക്കില്ലേ, ആ ബുക്കിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് അത് തുറന്നിട്ട് അതിന് പേജൊക്കെ അവിടെ ഇവിടെയൊക്കെ ചുരുങ്ങി കീറിയിട്ടുണ്ട്. അതിന് ചട്ടയൊക്കെ കീറി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അകത്ത് പുള്ളി സ്പെഷ്യലായിട്ട് എഴുതി വെച്ചിരിക്കുക. ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല സാർ, അപ്പം എന്തായാലും അത് ഒഫീഷ്യലായിട്ട് ഒന്നുകൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എഴുതിയാൽ ഞാൻ വരുമെന്ന അർത്ഥം. അപ്പോൾ സാബു പറയാണ് അവർക്ക് അപ്പോഴാണ് വിശ്വാസമായത്. അതായത് കാണിച്ചു കൂട്ടുന്നതിലല്ല. ഒരു നേതാവ് എങ്ങനെ പെരുമാറുന്നു അല്ലേ, ആ നേതാവ് എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരിൽ ഈ പറഞ്ഞ എല്ലാ ആളുകളും. ഇപ്പം നാനാർ സഖാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ. അദ്ദേഹത്തോട് സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ സംസാരവും ഒക്കെ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് അല്ലേ. ആ തമാശ കലർന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ആ ഹാസ്യം, അദ്ദേഹം കളിയാക്കുകയാണെങ്കിൽ നമുക്ക് കളിയാക്കുന്നതായിട്ട് തോന്നുമോ? ഒരിക്കലും തോന്നില്ല. ഗോപകുമാർ സാറിന് അത് കൂടുതൽ ഇഷ്ടമാണ് തോന്നിയത്. കരുണാകരൻ സാറാണെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ അങ്ങനെ എംപത്തറ്റിക്കായിട്ട് പെരുമാറുന്ന രണ്ടുപേരും, ഇദ്ദേഹവും രണ്ടുപേരും ഇപ്പോഴും ആളുകളൊക്കെ പോയിട്ട് അവിടെ പുതുപ്പള്ളി പോയിട്ട് പുഷ്പാർച്ചന നടത്തുന്നത്, പൂക്കൾ അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ നൈർമല്യം കൊണ്ടാണ്. ഓരോ പൂവിനും ഉള്ള സുഗന്ധം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ സുഗന്ധമാണ് അനുഭവിക്കുന്നത്. അദ്ദേഹം അന്ന് ചെയ്ത ആ ചെയ്തികളില്ലേ, ആ ചെയ്തികളുടെ സുഗന്ധം ആളുകൾ അനുഭവിക്കുന്നത്. അതിനൊരിക്കലും കളിയാക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിന് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നത് വിവരമില്ലായ്മ എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇവരോട് ക്ഷമിക്കണമേ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരമുള്ള നേതാക്കളൊക്കെ നമുക്ക് ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മഹാനായിട്ടുള്ള സാംസ്കാരിക നായകൻ ശ്രീനാരായണ ഗുരുവിനെ പിൻപറ്റി നടക്കുന്ന യാത്ര ചെയ്യുന്ന ഈ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ, പുതിയ കാലത്തിൻ്റെ രീതിയിൽ ഒക്കെ അങ്ങനെയാണല്ലോ. കാലം മാറുന്നതിനനുസരിച്ച് കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്, ആശയങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിലും വൈകാരിക ഭാവങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല. ഒരു പുഞ്ചിരി, ഒട്ടിച്ചു വെച്ച പുഞ്ചിരിയല്ല, പുഞ്ചിരി മുഖമുദ്രയാക്കി വെച്ചിട്ട് കൃത്രിമമായി പുഞ്ചിരിച്ച ഈ ഭാവം കൊണ്ട് മാത്രം പുഞ്ചിരിക്കുകയല്ല വേണ്ടത്. നമ്മുടെ മുഴുവൻ മുഖവും, മുഖഭാവങ്ങൾ മുഴുവൻ, മുഖത്തെ മുഴുവൻ മസിലുകളും ആ പുഞ്ചിരിയിൽ പങ്കുചേരണം. കണ്ണുകളിലൂടെ പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനത്തെ രാഷ്ട്രീയക്കാരാണ് നമുക്ക് വേണ്ടത്. അത് പറയുമ്പോഴേ പെട്ടെന്ന് എനിക്ക് ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊരു ചില ഓർമ്മകൾ. അങ്ങ് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം മാനേജ് ചെയ്യുന്നത് എത്ര സിമ്പിളായിട്ടാണ്. ഉദാഹരണത്തിന് എൻ്റെ ഭാര്യ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടേ ഇല്ല. ഈ സരിതയുടെ കേസ് കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ഭാര്യ ഉറപ്പിച്ച് പറയുന്നു ഇതിനകത്ത് ഉമ്മൻചാണ്ടി നിരപരാധിയാണ്. അവൾ കണ്ടിട്ടില്ല, അവൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയത്തില്ല. ഉമ്മൻചാണ്ടിയുടെ വലിയ ഫാനാണ്. ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്യത്തില്ല. അത് എൻ്റെ ഭാര്യയുടെ ഉറച്ച നിലപാടാണ്. ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്യില്ല. ഒരു വീട്ടമ്മയുടെ കാര്യമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ടിട്ട് ടി വിയിലേ കണ്ടിട്ടുള്ളൂ. ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു വിലാപയാത്ര ഉണ്ടായിരുന്നു. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിലാപയാത്ര കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞ ഏക രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടിയാണ്. ഞാൻ ഉറക്കമുളച്ചിരുന്ന് അത് കണ്ടു. ഞാൻ വല്ലാതെ എന്നെ സ്പർശിച്ചൊരു കാര്യമാണ്. ഞാൻ സത്യത്തിന് കരഞ്ഞുപോയി. ഞാൻ സത്യമായിട്ട് പറയുകയാണ്.
അത് എൻ്റെ വൈഫ് മോളെല്ലാവരും ഞങ്ങൾ കരഞ്ഞുണ്ടാകും ഈ ഇത് കാണുന്നത്. എനിക്ക് അദ്ദേഹത്തിനെ അറിയാം, ഇവർക്ക് രണ്ടുപേർക്ക് അദ്ദേഹത്തിനെ അറിയത് പോലും ഇല്ല. ടി വി കണ്ടല്ല, പിന്നെ പത്രത്തിൽ വായിച്ചു. അതാണ് ഉമ്മൻചാണ്ടി. സോഷ്യൽ കണക്ഷൻ ഒന്നുമില്ല. അതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു നേതാവിനെ ഞാൻ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ ഒരാണല്ലോ ഭൂരിപക്ഷം ഉമ്മൻചാണ്ടിയെ എങ്ങനെ കണ്ടു, പ്രത്യേകിച്ച് ഈ സരിതയുടെ ഇഷ്യൂ ഒക്കെ നടക്കുമ്പോൾ എങ്ങനെ ഉമ്മൻചാണ്ടിയെ കണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതൊന്നും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഞാൻ സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറായിട്ട് വന്നു. സാക്ഷരതാ മിഷൻ ഡയറക്ടറായിട്ട് വന്നപ്പോൾ അന്ന് ഞാൻ CPM-ൻ്റെ കോന്നി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരിക്കുമ്പോൾ ഞാൻ വന്നത് വലിയ വിവാദമുണ്ടായി. അന്ന് ശരിക്കും പറഞ്ഞാൽ എന്നെ നിയമിച്ചത് E.T. മുഹമ്മദ് ബഷീർ സാറാണ്. സാറ് നിയമിച്ച പൊളിറ്റിക്സ് ഒന്നും നോക്കിയില്ല, സാക്ഷരതയിൽ കൊള്ളാമെന്ന് തോന്നി, എലിജിബിലിറ്റി നോക്കി നിയമിച്ചെന്നേ ഉള്ളൂ. അത് എനിക്കിത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള വളരെ സെക്കുലറായ നേതാക്കന്മാരിൽ ഒരാളാണ് E.T. മുഹമ്മദ് ബഷീർ എന്ന് പറയും. പലരും വിയോജിക്കും എന്നോട്, എൻ്റെ അനുഭവത്തിലാണ്. സത്യത്തിന് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ വന്നു. ഞാനിത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ഫണ്ട്, അന്ന് അർജൻ സിംഗ് ആണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, മനുഷ്യ വിഭവശേഷി വകുപ്പ് മന്ത്രി. അപ്പം ഫണ്ടിന് ഇവിടുന്ന് മുഖ്യമന്ത്രി റിക്വസ്റ്റ് ചെയ്യണം. ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്, പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ തിരക്കിയപ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അത് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ CPM-കാരനാണെന്നുള്ള പരാതിയുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പറയാനൊന്നുമില്ല. എൻ്റെ നാട്ടിലെ സീനിയർ കോൺഗ്രസ് നേതാവുണ്ട് PJ തോമസ്, അദ്ദേഹം ഞങ്ങളൊക്കെ തങ്കച്ചൻ എന്നാണ് വിളിക്കുന്നത്, തങ്കച്ചായൻ. എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ്. അച്ഛൻ മരണം വരെയും കോൺഗ്രസ്സുകാരനാണ്, കതർ കൊടുക്കുന്ന കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ ഞാൻ CPM-ൽ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും ദുഃഖമുള്ള ഒരാളുമായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ ഈ തങ്കച്ചൻ സാറിനെ കണ്ട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞേ. തങ്കച്ചൻ സാർ അത് എന്തിനാണ് ഇയാൾ വിഷമിക്കുന്നത്, നമ്മുടെ കുഞ്ഞുഞ്ഞല്ലേ, ഞാൻ വരാം എന്ന് പറഞ്ഞു. തങ്കച്ചൻ സാർ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് എന്നെയും കൊണ്ട് പിന്നെ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ വളരെ സീനിയർ നേതാവാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി പെട്ടെന്ന് നെറ്റ് തങ്കച്ചാൻ ഇരിക്കുമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കസേരയുടെ ഇപ്പുറത്ത് വിസിറ്റേഴ്സിന് ഇരിക്കാൻ പറ്റുന്ന ഒരു VIP പോലെ സീറ്റുണ്ടല്ലോ, അവിടെ തങ്കച്ചൻ സാർ ഇരുന്നു, എന്നെ അടുത്തിരുത്തി. അപ്പോൾ പെട്ടെന്ന് പുള്ളി ആളുകളെയൊക്കെ ഒന്ന് ഡിസ്പോസ് ചെയ്തിട്ട് ധൃതിയിൽ വന്നിരുന്നിട്ട് തങ്കച്ചൻ സാറിനോട് ചോദിച്ചു, എന്താ തങ്കച്ചായ വന്നത്, ഒന്ന് പറഞ്ഞിട്ട് വരാൻ എന്താണ്? ഓ, കുഞ്ഞുഞ്ഞിനോട് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ, എപ്പോഴും ഇവിടെ കാണുമല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ച് എന്തോ ഒരു തമാശ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തങ്കച്ചൻ സാർ ഇരിക്കുക, ഈ ഇരിക്കുന്ന ആളിനെ കുഞ്ഞുഞ്ഞിനറിയാമോ? പിന്നെ പുള്ളി അറിയത്തില്ലെന്നോ അറിയാമെന്ന് പറയുന്നില്ല, എന്നെ സത്യത്തിന് അറിയത്തില്ല. പിന്നെ പറഞ്ഞ് ഈയുടെ പേര് ഗോപകുമാർ എന്നാണ്, ഇപ്പോൾ സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖം മാറി, ഞാൻ പൊളിറ്റിക്കലായി. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞുഞ്ഞ ഇയാൾ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ വിചാരിച്ചു എന്ത് തങ്കച്ചൻ സാർ, ഇയാൾ അവിടുത്തെ CPM-ൻ്റെ ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തങ്കച്ചൻ സാറിന് ഉമ്മൻചാണ്ടി സാറിന് മനസ്സിലായിരുന്നില്ല എന്തീ പറയുന്നത്. ഇയാൾ CPM-ൻ്റെ ആളാണെങ്കിലും ഈയുടെ വീട്ടിൽ മുഴുവൻ ആളുകളും കോൺഗ്രസ്സുകാരാണ്. ഈയുടെ അച്ഛൻ ഖദർ മാത്രം ഉപയോഗിക്കുന്ന കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സിലെ കോന്നിയിലെ അവിടുത്തെ അവരുടെ ബ്ലോക്കിൻ്റെ എന്തോ ട്രഷററൊക്കെ ആയിട്ടുന്ന ആളാണ്, പഴയ തലമുറയിൽപ്പെട്ട ആളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പയ്യനെ വേറൊരു പാർട്ടി പോയി എന്ന് പറഞ്ഞ് നമ്മൾ അവനെ തള്ളി പറയും. അതുകൊണ്ട് ഈ കൊച്ചനെ എനിക്ക് തള്ളി പറയാനൊന്നും പറ്റത്തില്ല, ഇവന് എൻ്റെ സ്വന്തം ആളാണ്, എന്താ സഹായം വേണ്ടി വെച്ചാൽ ചെയ്തു കൊടുക്കണമെന്ന്. അപ്പോൾ പുള്ളിയുടെ ഫേസ് മാറുകയാണ്. അപ്പോൾ അവിടേക്ക് ആ പൊളിറ്റിക്സ് മാറിയിട്ട് അദ്ദേഹം സാധാരണ നിലയിലേക്ക് വന്നു. ഞാനിതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കും. ഉടനെ പറഞ്ഞു, എന്താ ഡയറക്ടർ, ഞാൻ നിങ്ങൾക്കെതിരായിട്ട് വല്ലതും ചെയ്തിട്ടുണ്ട്? ഞാൻ സാർ ഒന്നും ചെയ്തിട്ടില്ല, ഇത്രയേ ഉള്ളൂ, അർജൻ സിംഗിൻ്റെ ഒരു കത്ത് അയക്കണം, അത് അങ്ങയുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്, അത് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് ഓഫീസിൽ വന്നാൽ ഇനി എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ, ഒരു കാര്യം ചെയ്യും, കത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്കറിയാം ഇത് കാണത്തില്ലെന്നുള്ളത്, ഞാൻ കത്ത് വെക്കായിട്ട് തന്നെയാണ് ചെന്നത്. ഉടനെ പുള്ളി പെട്ടെന്ന് ഇത് വാങ്ങിച്ചിട്ട് അതിൽ ഒപ്പിട്ട് തന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അയച്ചാൽ മതി, മുഖ്യമന്ത്രിയുടെ ഒപ്പ് വേണമെന്നേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡയറക്ടറോ, എനിക്കിത് സാക്ഷരതാ പ്രവർത്തനം നന്നായിട്ട് നടക്കണമെന്നില്ല, എനിക്ക് അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ, നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി. അപ്പോൾ തങ്കച്ചാൻ എന്നോടൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോലെ, ഇത്രയും പ്രായമായി ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്ന് പിന്നെ സംഭവം നടക്കുന്നത്, ഈ ഫണ്ട് കിട്ടുന്നതിന് അന്നത്തെ പിന്നെ LSD സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അത് പേര് പറയുന്നില്ല, തടഞ്ഞു വെച്ചു. അദ്ദേഹം സമ്മതിക്കത്തില്ല. ഫണ്ട് കിട്ടുന്ന വരെയുള്ള ഗ്യാപ്പ് ടൈമിൽ ഇവർക്ക് പഞ്ചായത്തുകൾ, പല പഞ്ചായത്തും പറഞ്ഞാൽ അവരുടെ ഓൺ ഫണ്ടിൽ നിന്ന് പണം കൊടുക്കാം. പക്ഷേ ഓൺ ഫണ്ടിൽ നിന്ന് പണം വിനിയോഗിക്കണമെങ്കിൽ LSD സെക്രട്ടറിയുടെ പെർമിഷൻ അദ്ദേഹം അങ്ങനെ ഒരു ഉത്തരവ് ഇടത്തില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് പറയും നടക്കുകയില്ല, അദ്ദേഹം തരില്ല എന്ന് പറയും. അദ്ദേഹം അത് നല്ല മനുഷ്യനാണ്, ഞാൻ പോയി കണ്ടതുമാണ്. അദ്ദേഹം പറഞ്ഞു തരത്തില്ല എന്ന് പറയും, അത് തരാൻ പറ്റില്ല, എന്തുകൊണ്ടോ അദ്ദേഹം തരത്തില്ല, അദ്ദേഹത്തിന് ഇതിനകത്ത് വലിയ വിശ്വാസമില്ല, തരില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ മാർഗ്ഗമുള്ളത് മുഖ്യമന്ത്രിയെ കാണുന്നത്. ഞാൻ അങ്ങനെ പോയി കണ്ടിട്ട് കാര്യമില്ല. ഈ സമയത്ത് കുറേ ഈ പെൺകുട്ടികളാണ് പ്രേരകന്മാരായിട്ടുള്ളത്. അവരൊരു ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു, സാറേ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഞായറാഴ്ച മുഖ്യമന്ത്രി വരും, ഞാൻ പറയുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് നിങ്ങളവിടെ ചെല്ല്, മുഖ്യമന്ത്രിയോട് പറ, നിങ്ങളുടെ പ്രാരാബ്ധം പറ, അപ്പോൾ ഓണത്തിനടുത്തായി ചെല്ലാൻ പറഞ്ഞു. ഇവർ മുഖ്യമന്ത്രിയെ പോയി കണ്ടു. ഞായറാഴ്ച രാവിലെ ഇവർ കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഫോൺ വരികയാണ്, സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഗോപകുമാറില്ലേ? ഞാൻ പറഞ്ഞു, അതെ.
ഞാൻ ഉമ്മൻചാണ്ടിയാണ് സംസാരിക്കുന്നത്. ഓ, നേരിട്ട് പുള്ളിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പെൺകുട്ടികൾ വന്നിരിക്കുന്നു, അവരുടെ ഈ ഓണറേറിയവുമായി ബന്ധപ്പെട്ടാണ്, നമുക്ക് എന്താ ഗോപകുമാരെ ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു, സാറ് ഒരു ഓർഡറുണ്ട്, ഇവർക്ക് പഞ്ചായത്തുകൾ പണം കൊടുക്കാൻ തയ്യാറാണ്, അവരുടെ ഓൺ ഫണ്ടിൽ നിന്ന് കൊടുത്താൽ മതി, അത് പിന്നെ നമ്മുടെ പണം ഇപ്പോൾ ഉടനെ തിരിച്ചു വരും. സാറ് തന്നെയാണ് അർജൻറ്റ് സിംഗിന് എഴുതിയിരിക്കുന്നത്, അത് വരും, ഒരു മാസത്തിനകം വരും, അതിന് നമുക്ക് തിരിച്ചു കൊടുക്കാവുന്ന കാര്യമുള്ളൂ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇവരെ എത്ര പേർക്ക് പ്രയോജനം കിട്ടും? ഞാൻ പറഞ്ഞു, ഇത് ഏറ്റവും കുറഞ്ഞൊരു 4000 പേർക്ക് പ്രയോജനം കിട്ടും. ഓ, 4000 പേർക്ക് പ്രയോജനം കിട്ടും. അത് ശരി, ഉറപ്പാണ്? ഞാൻ പറഞ്ഞു, സാറേ ഉറപ്പാണ്, ഞാൻ കള്ളം പറയാൻ ഒക്കത്തില്ലല്ലോ സാറിന്. അല്ല, അതുകൊണ്ട് ചോദിച്ചാലല്ല. ശരി, ഒരു കാര്യം ചെയ്യും, എപ്പോഴെന്നെ വന്ന് കാണാൻ ഒക്കും? ഞാൻ പറഞ്ഞു, നാളെ രാവിലെ വാ. ഞാൻ കംപ്ലീറ്റ് ഫയലുമായിട്ട് അവിടെ ചെല്ലുന്നു, മുഖ്യമന്ത്രി എന്നെ കാണുന്നു, ഇതെല്ലാം നോക്കുന്നു. അപ്പം എന്നോട് ചോദിക്കുക, LSD സെക്രട്ടറിക്ക് അദ്ദേഹം എഴുതി, സെക്രട്ടറി LSD എന്ന് എഴുതിയിട്ട്, പ്ലീസ് ഇഷ്യൂ നെസസറി ഗവൺമെൻറ് ഓർഡേഴ്സ് ഇമ്മീഡിയറ്റ്ലി. എന്നോട് ഇത് മതിയല്ലോ, എന്നോട് ചോദിക്കുക, സാറേ ധാരാളം മതി. സിനിമയിലാണെങ്കിൽ ഇത് കണ്ടാൽ കൈയടിക്കും. അപ്പോൾ ഇതെല്ലാം ഒപ്പിട്ട് വന്നിട്ട് പറഞ്ഞു, ഇത് കൊടുത്താൽ മതി, ഫണ്ട് റിലീസ് ചെയ്യുന്നു. ഇത് കൊടുത്തപ്പോൾ എന്ത് ചെയ്യും? സെക്രട്ടറി എന്ന് അറിയാം. സെക്രട്ടറി പറഞ്ഞു, മുഖ്യമന്ത്രിയൊക്കെ ഉത്തരവിടും, അത് അവിടെ കിടക്കും പറഞ്ഞു. IASകാരുടെ ചില ധാർഷ്ട്യം. അപ്പം ഈ IASകാരെ കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ല അസാധാരണ കഴിവുള്ള മന്ത്രിയുണ്ടെങ്കിൽ, അപ്പോൾ അത് നടക്കത്തില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ പിന്നെ നിവൃത്തിയില്ലാതെ വന്നൊരു ദിവസം മുഖ്യമന്ത്രി വന്നപ്പോൾ ഈ പഴയ അദ്ദേഹം ഒപ്പിട്ട ഫയലിൻ്റെ കോപ്പിയല്ല, ഫോട്ടോസ്റ്റേറ്റ് കോപ്പിയല്ലേ, ഭയങ്കര തിരക്കി നിൽക്കുകയാണ്. ഓണം അടുത്തു, ഇവരെല്ലാം കൂടെ ഭയങ്കര പ്രഷറാണ്, പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി വരുമ്പോൾ നമ്മൾ ഈ ബസ്സിനൊക്കെ കൈ കാണിക്കുന്ന പോലെ ഞാൻ ഈ ഫയൽ കൊണ്ടിങ്ങനെ കൈ കാണിച്ചു. എനിക്ക് ഈ മനുഷ്യൻ ഇറങ്ങി വന്നപ്പോൾ ഫയലും കൊണ്ട് കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു, സാക്ഷാൽ ഗോപകുമാറല്ലേ? ഞാൻ പറഞ്ഞു, അതെ സാർ. എന്ത് പറ്റി? ഫണ്ടൊക്കെ കിട്ടിയോ? ഞാൻ പറഞ്ഞു, ഫണ്ടൊന്നും കിട്ടിയില്ല സാർ. അതെന്ത് പറ്റി? ഞാൻ പറഞ്ഞു, സാറേ ഒരു ചൈനയിലെ പഴമൊഴി ഉണ്ടല്ലോ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞു, ഈ ദൈവം കനിഞ്ഞാലും പൂജാരി കനിയത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിയിലാണ് സാറ് കഞ്ഞി, പക്ഷേ ഇത് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അതെന്താ കിട്ടാതെ? ഞാൻ പറഞ്ഞു, LSD സെക്രട്ടറി തടഞ്ഞു വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി 1 മിനിറ്റ് നോക്കി വെച്ച്, ഒരു കാര്യം ചെയ്യും, വാസവ ശർമ്മയെ പോയി കാണാം, ഇന്ന് 4 മണിക്ക് ഉത്തരവ് ഇറങ്ങും. അപ്പോൾ ഞാൻ അന്തം വിട്ട് നിൽക്കുക, ഇന്ന് 4 മണിക്ക് ഉത്തരവ് ഇറങ്ങും. അത് ഞാനാ പറയുന്നത്, ഉത്തരവ് ഇറങ്ങും. വാസവ ശർമ്മ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, ശർമ്മയെ കണ്ടാൽ മതി. എന്നിട്ട് പറഞ്ഞിട്ട് തോളെ തട്ടിച്ച്, ഇന്ന് 4 മണിക്ക് ഉത്തരവ് ഇറങ്ങുന്നേ, അതിന് ഗോകുമാർ വിഷമിക്കണ്ട, അത് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ കൊടുത്തിരിക്കും എന്ന്. അത് ചിരിച്ചുകൊണ്ടവൻ, നല്ല കോൺഫിഡൻ്റ് അവൻ. തിരിച്ച് ഞാൻ വാസവ ശർമ്മയുടെ മുറി ചെന്നപ്പോൾ അദ്ദേഹം എന്നെ കാത്തിരിക്കുകയാണ്. ഗോകുമാറല്ലേ എന്ന് ചോദിച്ചാൽ എന്നെ റിസീവ് ചെയ്യുന്നത്. OC വിളിച്ച് പറഞ്ഞിരുന്നു, അദ്ദേഹമായിട്ട് അടുത്ത സുഹൃത്താണ് വാസവ ശർമ്മ, സീനിയർ കോൺഗ്രസ് നേതാവ്. അപ്പോൾ ഞാൻ ഈ ഫയലെല്ലാം കൊടുത്തു. അദ്ദേഹം LSD സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞു, അതിനൊന്നും മറക്കത്തില്ല, ഇത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില ഒബ്ജക്ഷൻസ് പറഞ്ഞു. ഉടനെ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഒബ്ജക്ഷൻ മുഴുവൻ ഒരു കടലാസിൽ എഴുതി തന്നോളൂ, ഇന്ന് 4 മണിക്ക് ഉത്തരവ് ഇറക്കണമെന്ന് മുഖ്യമന്ത്രി നിർബന്ധമാണ്, നിങ്ങളുടെ ഒബ്ജക്ഷൻ എഴുതി തന്നാൽ മതി, ആ ഒബ്ജക്ഷനായിട്ട് ഫയലിലേക്ക് തന്നേച്ചാൽ മതി, നിങ്ങൾ ഒബ്ജക്ഷൻ എഴുതി ഫയലിലേക്ക് തന്നെ, എനിക്ക് ഇന്ന് ഫയൽ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വിളിച്ച് ചോദിച്ച ഓഫീസിലുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ടാണ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, വേണ്ട സാർ, ഞാൻ ഉത്തരവ് ഇറക്കിയേക്കാൻ പറഞ്ഞു. 3.5 മണിക്കൂർ അവിടെ ഇരുന്ന മുഖ്യമന്ത്രി അടുത്ത് ഒബ്ജക്ഷൻസ് ഓവർ റൂൾഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ തീർന്നു. ഇതേപോലെ ഏത് IASകാരൻ എഴുതിയാൽ മന്ത്രി ഒബ്ജക്ഷൻ ഓവർ റൂൾ ചെയ്താൽ അത്രയേ ഉള്ളൂ. അതേയുള്ള IASന്റെ ഒബ്ജക്ഷൻ ഓവർ റൂൾ ചെയ്യാൻ അറിയാവുന്ന മന്ത്രിമാർ നമ്മുടെ രാജ്യത്ത് ഇല്ലാതായി പോയി എന്നുള്ളതാണ്. കാരണം നമ്മുടെ സെക്രട്ടറിയെ കാണുമ്പോൾ സെക്രട്ടറി പറഞ്ഞു കൊടുക്കുന്ന കേട്ട് അനുസരിക്കുന്ന മന്ത്രിമാരാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പുതിയ മുഖ്യമന്ത്രിക്ക് ആ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ശരി, നമ്മുടെ ശരീരഭാഷ, ടോണാലിറ്റി, രാഷ്ട്രീയ ശരീരഭാഷ എല്ലാം നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. ഇത് സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്ക് നേതാവിനെ അറിയാനും നേതാക്കന്മാർക്ക് സാധാരണ ജനങ്ങളെ അറിയാനും സഹായകമായ ഒരുപാട് നിർദ്ദേശങ്ങൾ പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.